ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചിക്കൻ എങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ചിക്കൻ എടുത്തിട്ട് നമുക്ക് അതൊന്ന് വരഞ്ഞു കൊടുക്കണം ഇതുപോലെ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് എടുത്ത് അങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം, കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലകളൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി മാത്രമാണ് നമ്മൾ ഈ ചിക്കനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. മസാല കുറവാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇനി കുരുമുളക് ഒഴിവാക്കിയിട്ട് ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ടും ഈ റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ രണ്ട് സൈഡിൽ നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ, ഏകദേശം 2 ചെറുനാരങ്ങയും പിന്നെ 2 ടേബിൾ സ്പൂൺ കാന്താരിയും ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് സുർക്കയും കൂടെ ഇട്ടിട്ട് ഞാനൊരു 1 വീക്ക് ഒന്ന് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഞാൻ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. സിമ്പിൾ മസാലയാണ്. ഇനി ഉപ്പിലിട്ട മുളകും ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയായാലും ഉപയോഗിക്കാം. ഇനി ഞാനിതെങ്ങനെ ചുട്ടെടുക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ഞാനതിന് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കണം. നമ്മളത് വെള്ളത്തിൽ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ സ്റ്റീം ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് കവറാവുന്ന രീതിയിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയും കുബൂസും ഒക്കെ നല്ല കോംബോ ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായി തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക. സ്റ്റീമായി വരുമ്പോൾ ഇതിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതൊന്നും പോവാത്ത രീതിയിൽ നന്നായി തന്നെ കവർ ചെയ്തെടുക്കണം. സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന കാരണം വേവാതിരിക്കൊന്നുമില്ല, നന്നായി തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റൗവിൽ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു പഴയ ദോശക്കല്ലോ എന്തെങ്കിലും എടുത്ത് നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേണം ഇത് വെക്കാൻ. ഞാൻ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മൂടി, അലുമിനിയത്തിൻ്റെ മൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ കവർ ചെയ്ത് വെച്ച ചിക്കൻ ഇറക്കി വെക്കുന്നുണ്ട്. ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെമ്പോ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഫോയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇവിടെ ചിക്കൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചിക്കനാട്ടോ ഇതിന് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ചിക്കനാണ്. അപ്പോൾ ഉപ്പും കുരുമുളകാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോംബോ മയണൈസും അതുപോലെ തന്നെ ഹമ്മൂസും ആണ്. ഇതൊരു അറബിക് സ്പെഷ്യൽ ഡിഷ് കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.